ആദ്യമായിട്ട് അമ്മ മാതാവിനും യേശുപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അശ്വതി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത്. ഞങ്ങളുടെ 5 മാസം പ്രായമായ കുഞ്ഞാണ് ലിയാം പ്രശാന്ത്. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് അമ്മ മാതാവും യേശുപ്പയും നന്ദി ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിന്നിവിടെ വന്നേക്കുന്നത്. ഞാൻ 2024 ജനുവരി 18 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും അയർലൻഡിലേക്ക് പോയി. ഞാനവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എനിക്ക് PCOD ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക്കും ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ തന്നെ എൻ്റെ കൊളീഗ്സിനൊക്കെ മാരീഡായി, അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അതിലൊന്നും പതറാതെ ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷെങ്കിൽ മാതാവിലും യേശുവിലും എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അവിടുത്തെ ആരാധനയിൽ ഞായറാഴ്ചയിലും ചൊവ്വാഴ്ചയിലും ഉള്ള ആരാധനയിൽ ഞാൻ പങ്കെടുക്കും. അവിടെ കുറേ അമ്മച്ചിമാരുണ്ട്. അവർ എല്ലാ 24 hours അഡറേഷൻ പോകുന്ന ഒരു പള്ളിയാണ്. എല്ലാവർക്കും അറിയാം, നോക്ക്, അയർലൻഡിലെ ഫേമസ് ആയ നോക്ക് പള്ളിയുടെ ഒരു ചെറിയ മിനി ഷ്രൈൻ എന്നാണ് ആ ചർച്ചും പറയുന്നത്. അവിടുത്തെ അമ്മച്ചിമാർ ഞങ്ങൾക്ക് 1 hour അഡറേഷനൊക്കെ തരും. അപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി 1 hour അഡറേഷനൊക്കെ ചെയ്യും. എനിക്ക് കൊന്തയൊന്നും ചൊല്ലാൻ ആദ്യം അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്, മൊബൈൽ ഉള്ള ആപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ 2025 ജനുവരി അവസാനത്തോടുകൂടി അയർലൻഡിലൊരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം, ഒരു മേൽഭാഗം പൊളിഞ്ഞുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മാത്രമാണ് എല്ലാ ലഗേജും ഒക്കെ ഷിഫ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു പുതിയ അക്കോമഡേഷനിലേക്ക് മാറേണ്ട വന്നു. അപ്പം ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്കും എൻ്റെ ഹസ്ബൻഡും മാത്രമായിട്ട് ചെയ്യേണ്ട വന്നായിരുന്നു. ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു 3ാമത്തെ നിലയിലൊക്കെ ആയിരുന്നു. ആ കൂടെ തന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ ഹെവിയൊക്കെയാണ്. പക്ഷേ എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ മാതാവ് കൊണ്ടുപോയി. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അമ്മ മാതാവ് യേശുപ്പയും ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പീരീഡ്സ് മിസ്സാവുന്നു. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് ഞാനത് വലിയ ഇഷ്യൂ ആക്കിയില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3 weeks ഞാൻ കൺസീവാണ്. ശരിക്കും ഞാൻ സർപ്രൈസായി പോയി. വിശ്വസിക്കാൻ തന്നെ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അവിടെയൊക്കെ 3 months കഴിഞ്ഞിട്ട് നമുക്കൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം അനോമാലി സ്കാനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കാനിങ്ങിൽ എൻ്റെ അബ്ഡോമൻ കുറച്ച് മോയിസ്റ്റ് ആയതുകൊണ്ട് അവൻ്റെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായിരുന്നു. പക്ഷേ മാതാവിലും യേശുപ്പയിലും ഉറച്ചായിട്ട് വിശ്വസിച്ചു ഞങ്ങൾ പോയി. രാവിലെയും വൈകിട്ടും, അതായത് കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയിൽ എടുത്തത് മുതൽ ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലം കുരിശ് വരച്ച് അബ്ഡോമിനിൽ പുരട്ടുമായിരുന്നു. തേൻ യൂസ് ചെയ്യുമായിരുന്നു. വൈകിട്ട് കൊന്ത ചൊല്ലാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കൊരു എന്താ പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കൊന്ത ചൊല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഭാരം പോലെ ആയിരിക്കും. അങ്ങനെ മുമ്പോട്ട് പോയി. പ്രഗ്നൻസി നല്ല സ്മൂത്തായിരുന്നു. എല്ലാ സ്കാനുകളും നോർമലായിരുന്നു. പക്ഷേ PCOD എനിക്ക് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവരെൻ്റെ ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 32 weeks വരെ ഞാൻ എല്ലാ ഫൈനായിരുന്നു. പക്ഷേ 34 weeks ഞാൻ ഡയബറ്റിക് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഡയറ്റ് ആദ്യം കൺട്രോൾ ചെയ്തു. പക്ഷേ പറ്റിയില്ല. ഹൈ ഡോസ് ഇൻസുലിൻ 3 നേരം എനിക്ക് എടുക്കേണ്ട വന്നു. എന്നാലും മാതാവിലും യേശുപ്പയിലും ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ 34 weeks ആയപ്പോഴത്തേക്കിനും ഞാൻ മെഡിക്കൽ ലീവ് എടുത്തു. മെഡിക്കൽ ലീവ് എടുത്ത് അതിനുശേഷമാണെങ്കിലും ഞങ്ങൾ വൈകിട്ടാണെങ്കിലും പ്രെയറൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബേബി കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഞാൻ കൊന്ത ചൊല്ലുന്ന സമയങ്ങളിലാണ്. അത് എനിക്കറിയത്തില്ല അതെന്താണ് അവൻ അങ്ങനെയെന്ന്. ഞങ്ങളപ്പോഴും പറയുമായിരുന്നു ഇവനൊരു ഹോളി ബേബിയാണ് എന്ന്.
അതിനുശേഷം 36 വീക്സിൽ ഏർലി മോർണിംഗിൽ ഞങ്ങൾ 5:30 എഴുന്നേൽക്കുമല്ലോ, അതിന് മുമ്പായിട്ട് ഞാനെന്തോ സ്വപ്നം കാണുവാണ്, എന്തോ ഒരു വെള്ളത്തിൽ ഞാൻ കിടക്കുന്ന പോലെ. പക്ഷേ ആ സമയത്ത് എൻ്റെ വാട്ടർ ഓൾറെഡി ബ്രേക്ക് ആയിരുന്നു. പിന്നെ അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അന്ന് അഡ്മിറ്റായി. അതിന് ശേഷം ഒരു 3:30 മുതൽ ഞാൻ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക്. പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല. ഞാനൊരു 12.5 hours ഞാൻ ലേബർ പെയിൻ ഞാൻ സഫർ ചെയ്തു. അവിടുത്തെ പീഡിയാട്രി ഡോക്ടേഴ്സും ഗൈനക്കിൻ്റെ എല്ലാ ഡോക്ടേഴ്സും എല്ലാം വന്നു. അവരെല്ലാം എന്നോട് പറഞ്ഞു, നീ കുറച്ചും കൂടെ എനർജി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നീ മിക്കവാറും ഞങ്ങൾക്ക് സിസേറിയന് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. കാരണം ഓൾറെഡി കൊച്ചിൻ്റെ തല ഓൾമോസ്റ്റ് പുറത്തായി. പക്ഷേ എനിക്ക് ബാക്കി ഇങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. NICU എല്ലാം ഓൾമോസ്റ്റ് അവർ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു കൊച്ചിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ അവിടെ കിടന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ റൂമിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസത്തിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റി നോർമലായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ. പക്ഷേ അവന് ബർത്ത് വെയ്റ്റ് 2.5 ആയിരുന്നു. അയർലൻഡിലെ നിയമം അനുസരിച്ച് അത് ലോ ബർത്ത് വെയ്റ്റ് ആണ്. അവിടെ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് 3.5-4 kg ഒക്കെയാണ് ബേബീസിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷെങ്കിൽ എൻ്റെ കൊച്ചിന് 2.5 ആയിട്ട് പോലും അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന് ഹെൽത്തി ബേബിയാണ്, ഇവന് NICUവിൽ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞപ്പം, കാരണം എനിക്ക് കത്തീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, യൂറിൻ പോകാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കത്തീറ്ററൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു 4 days ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ മകൻ, ലിയാം എന്നാണ് പേര്. ലിയാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വാരിയർ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്തതെന്ന്. അതിനുശേഷം ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം വളരെ സ്മൂത്തായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പ്രോപ്പറായിട്ട് പോയി. ഞാൻ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത സമയത്ത് എൻ്റെ HR പുള്ളിക്കാരി, അതായത് ആ ഹോസ്പിറ്റലിലെ പുള്ളിക്കാരി മെറ്റേണിറ്റി ലീവിന് പോയി. അതിനുശേഷം അത് ടേക്ക് ഓവർ ചെയ്തത് വേറൊരു ആളായിരുന്നു. അപ്പം ഞാൻ അവർക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതും ഞാൻ ഓൾറെഡി അവർക്ക് ഇൻഫോം ചെയ്തതാണ്. പക്ഷേ എന്തോ ബൈ മിസ്റ്റേക്ക് പുതിയതായിട്ട് വന്ന അവർക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ പഴയ പാസ്പോർട്ടിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്തു. പെർമിറ്റ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൽ ചേഞ്ചസ് ഉണ്ടെന്ന്. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്, നീ തന്നെ അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഡിപ്രസ്ഡായിപ്പോയി. ഓൾറെഡി ഞാൻ ആ സമയത്ത് കൺസീവ് ആയിരുന്നു ഇവനെ. ഞാൻ തന്നെ എമിഗ്രേഷന് കോൺടാക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞത്. ഞാനങ്ങനെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്റ്റ് ചെയ്തു. അടിക്കടി ഞാൻ മെയിൽ അയക്കുന്നു. പക്ഷേ മെയിലിനൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഒരു ഏപ്രിലാണ് ഇത് നടക്കുന്നത്. ഒരുപാട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. പള്ളിയിൽ പോകും, അഡറേഷൻ ചെയ്യും, എല്ലാം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ വെരിഫിക്കേഷനെല്ലാം പോയിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഞാൻ റിസൈൻ ചെയ്യുമെന്ന്. അപ്പം എൻ്റെ ഓൾറെഡി 2 years ഞാൻ അവിടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത്. അപ്പം അവരെന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരു എൻഡ് ഡേറ്റ് തരണം, നീ പോവോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നീ റിന്യൂ ചെയ്യണം, അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൂടെ ആയപ്പോൾ ഞാൻ ആകപ്പാടെ ഭയങ്കര ടെൻസ്ഡായിപ്പോയി. ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മിറാക്കിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിനും അത്ഭുതമായിട്ട് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് തന്നെ ഒരു ഭയങ്കര ഉള്ളിന്ന്, അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ഒരു എംപ്റ്റി ഫീലിംഗ് ആണ് മനസ്സിലുണ്ടാവുന്നത്. എനിക്ക് തന്നെ മനസ്സിലിങ്ങനെ തോന്നി, അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും, യേശുപ്പയിലൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരും. എനിക്ക് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് എന്ത് വന്നാലും ഞാനത് നേരിടും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, റിക്വസ്റ്റ് ഇട്ട ഡേറ്റ് ജൂൺ 16 പക്ഷേ ഒരു ജൂൺ 10 ആയപ്പോഴത്തേക്കിന് എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്നു, നിൻ്റെ പാസ്പോർട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്.
അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിലെ HR പോയി അവരെ ഈ മെയിൽ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ ഓൾറെഡി അവരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഡയറക്റ്റ് അവരുടെ മുമ്പിൽ ആ മെയിൽ കാണിച്ചപ്പോഴാണ് അവർ ഹാപ്പി ആയത്. അവർ പറഞ്ഞു, നിനക്കൊരു തടസ്സവും ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്. മൂന്നാമത്, എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ അയർലൻഡിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരന് ജോലിയൊന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഒരു 8 മാസത്തോളം ജോലിയൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടി. ഞാനതും ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അതിനുശേഷം ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ, അതായത് നോക്ക്, നമ്മുടെ മാതാവിന് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സിംഗ് ഹോമിൽ ഹസ്ബൻഡിന് ജോലി റെഡിയായി. പുള്ളിക്കാരനാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവാം. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും തൊട്ടടുത്താണ് എൻ്റെ അക്കോമഡേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പള്ളി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നത്. അപ്പോഴാണേലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അല്ല തിരിച്ചു വരുമ്പോഴോ ഏതേലും ഒരു നേരം ഞാൻ മസ്റ്റായിട്ട് ഞാൻ അവിടെ കയറി പ്രാർത്ഥിക്കാതെ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കത്തില്ല. എനിക്ക് ചെയ്ത് തരുന്ന എല്ലാ നന്മകൾക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഡറേഷൻ 1 hour നമുക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീട്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കും. അപ്പം എൻ്റെ അച്ഛനും അമ്മയാണ് ഇതുപോലെ അഭയഭവനിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ വീട്ടിൽ ഫുഡുണ്ടാക്കി കോട്ടയം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടതായ ആൾക്കാർക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് എല്ലാം എനിക്ക് കിട്ടിയ നന്മകൾ അത് മറ്റുള്ളവരും അറിയണം, ഇവിടുത്തെ അത്ഭുതങ്ങൾ മറ്റുള്ളവരും അറിയണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും എൻ്റെ ഡീറ്റെയിൽസും ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയിലെയും. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ സോഷ്യൽ മീഡിയ വഴി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം മിസ്റ്റേക്ക് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ അത് ഹോസ്പിറ്റലിലെ ഡോക്യുമെൻറ്റേഷൻ്റെ അതൊരു എറർ വന്ന കാര്യം. അപ്പം ആദ്യം അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരി മാറി. ആദ്യം മാനേജ് ചെയ്ത പുള്ളിക്കാരി മാറി. അതിനുശേഷം വന്ന പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അവരെ നോട്ടിഫൈ ചെയ്തപ്പോൾ അവരാണ് എന്നെ ആദ്യം ഫയർ ചെയ്തത്. അത് നിൻ്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച എനിക്ക് കണ്ടിന്യൂ അവരെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് പ്രോപ്പറായിട്ടും ഇമിഗ്രേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ വന്നില്ല. പിന്നെ ഞാൻ എന്തിന് ഇവരെ കോൺടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിച്ചു, നീ ഒന്നും കൂടെ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. പക്ഷേ ഫോൺ എടുത്തത് വേറൊരു പുള്ളിക്കാരിയായിരുന്നു. അവരുടെ പേര് മിഖേല എന്നായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അവർ തന്നെ മാതാവായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ അവിടെ ഒരു വ്യക്തി വരില്ല. അവളാണ് എനിക്കെല്ലാം സപ്പോർട്ടീവായിട്ട് എനിക്ക് അവിടെ ചെയ്തു തന്നത്. എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളിക്കാരി ആ പോസ്റ്റിൽ നിന്ന് മാറി. അതൊക്കെ മാതാവിൻ്റെ വലിയൊരു മിറാക്കിളാണ്. അമ്മ മാതാവിനും ദൈവതിരുകുമാരനും ഞാൻ ഒരുപാട് കോടി നന്ദികൾ പറയുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. 139 സങ്കീർത്തനം 15 തിരുവചനം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. അശ്വതിയും ജീവിത പങ്കാളിയും ദൈവം അവർക്ക് നൽകിയ കുഞ്ഞുമായി പ്രത്യക്ഷീകരണ സാക്ഷികളായി അൾത്താരയിൽ കയറി നിൽക്കുന്നത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും അവർക്ക് ലഭിച്ച കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനാണ്. ആത്മാർത്ഥമായി ഈ സാക്ഷ്യത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്രൈസ്തവരെ ലജ്ജിപ്പിക്കുന്ന ഒരു സാക്ഷ്യം വേണം ഇതിനെക്കുറിച്ച് പറയുവാൻ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. 8 വർഷമായിട്ടും വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ കാത്തിരുന്നിട്ട് ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്നാണ് അവർക്ക് കുഞ്ഞുങ്ങളുടെ ഒരു സന്താന സൗഭാഗ്യം അവർക്ക് ലഭിച്ചത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നതിനൊരു ഉത്തരം പലപ്പോഴും നമുക്കും 1 മണിക്കൂറെങ്കിലും, ചിലപ്പോൾ 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്കുള്ള നമ്മുടെ പല വിചാരങ്ങളിലും പല അസ്വസ്ഥതകളും പെട്ട് നാം എണീറ്റ് പോകുന്നവരാണ്. പക്ഷെ അശ്വതിക്കേറ്റ് പറയാനുള്ളത്, എനിക്കതൊരു വലിയ സൗഭാഗ്യമായി ഞാൻ കാണുന്നു. അവിടെയുള്ള നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് ദീർഘനേരം പ്രാർത്ഥിക്കുവാനും ഈശോയെ കണ്ട് ആനന്ദിക്കുവാനും ഈശോയോടൊപ്പമായിരിക്കുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു വലിയ സൗഭാഗ്യമാണ്. കുഞ്ഞ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം തന്നെ അശ്വതിക്ക് ഏറ്റു പറയാനുള്ള വലിയ സാക്ഷ്യം. അതൊരു വലിയ സൗഭാഗ്യമായി, അതൊരു വലിയ കൃപയായി അശ്വതി ഏറ്റു പറയുകയാണ്. ഒരു വലിയ കൃപയ്ക്ക്, ഈശോയെ പ്രാപിക്കുക, ഈശോയെ സ്നേഹിക്കുവാൻ സാധിക്കുക എന്നുള്ളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടിയാണ് ആദ്യം അശ്വതി നന്ദി പറയുന്നത്. അതുപോലെ തന്നെ അയർലൻഡിലെ ഓഫ് ഡേയ്സിലെല്ലാം തന്നെ എപ്പോഴെല്ലാം സൗകര്യമുണ്ടോ, എപ്പോഴെല്ലാം സമയമുണ്ടോ, അപ്പോഴെല്ലാം ആദ്യത്തെ പണി ഇവർക്ക് ഈശോയെ കാണുവാനും ആരാധിക്കുവാനും പോവുക എന്നുള്ളതാണ്. ഒരു വലിയ സങ്കടത്തിലിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ അവിടെ അയർലൻഡിലൊരു കൊടുങ്കാറ്റുണ്ടാവുകയും അവരുടെ വീട് ഡാമേജ് ആവുകയും ചെയ്തപ്പോൾ ഒരുപാട് ഹെവി ജോലി ചെയ്ത് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും യാത്രയും നൈറ്റ് ഡ്യൂട്ടിയും എല്ലാം ചെയ്തതിന് ശേഷമാണ് വളരെ പെട്ടെന്നൊരു സർപ്രൈസായി താൻ കൺസീവ് ആണെന്ന് അശ്വതി അറിയുന്നതും ഈശോയ്ക്ക് നന്ദി പറയുന്നതും. ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ നേർച്ച വസ്തുക്കളും വളരെ കൃത്യമായി അവർ പ്രയോഗം ചെയ്യുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ആ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും അശ്വതി കൃത്യമായി ജീവിത പങ്കാളിയോടൊപ്പം അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവരെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, 34-ാമത്തെ ആഴ്ചയായപ്പോൾ അവരുടെ സ്കാനിങ്ങിൽ വളരെ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിയിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്നെ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കുഞ്ഞിനെ എപ്പോഴെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോ അപ്പോഴെല്ലാം കുഞ്ഞ് വളരെ ആക്റ്റീവായി ഉദരത്തിൽ നിന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായി ഈ മകൾക്ക് അനുഭവവേദ്യമാകുമായിരുന്നു. പരിശുദ്ധ അമ്മ എലീശ പുണ്യവതിയെ ചെന്ന് കണ്ടപ്പോഴാണ് എലീശ അമ്മ പറയുന്ന ഒരു വലിയ സല്യൂട്ടേഷനുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഓരോ സമയവും നാം വചനം വായിക്കുമ്പോൾ, വചനം ഏറ്റുപറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ മാംസമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മകൾക്കുണ്ടായ ഒരു വലിയ ആധ്യാത്മിക അനുഭൂതി, ആധ്യാത്മിക ആസ്തി, ആധ്യാത്മിക ഒരുക്കം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സർഫേസായി ഈ മകൾക്ക് ഒരുക്കാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും ഈ മകളുടെയും ജോലി, ഇമ്മിഗ്രേഷൻ സമയത്തുണ്ടായ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എല്ലാം തന്നെ ആ ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഇവരെ ആവരണം ചെയ്യുന്നതായും നീലാങ്കിയിൽ ഇവരെ പൊതിയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നൂക്ക് എന്ന സ്ഥലത്ത് ഇവർക്ക് എപ്പോഴും പോയി പ്രാർത്ഥിക്കുവാനും ഏതെല്ലാം സമയത്ത് ഇവർക്ക് ആ പള്ളിയിലേക്ക് കടക്കാൻ സാധിക്കുന്നുവോ, പോകാൻ സാധിക്കുന്നുവോ ആ അവസരങ്ങളെല്ലാം ഒരു വലിയ സൗഭാഗ്യമായും ഒരു നിത്യതയിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ഇവർ അതിനെ കണക്കാക്കുന്നത്. ഈശോയുടെ ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണത്. പുറപ്പാട് 33:14 പറയുന്ന പോലെ, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഏതെല്ലാം കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോയാലും അവിടുന്ന് നമ്മോട് കൂടെ വരികയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വാഗ്ദാനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അശ്വതിക്കും കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.